നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള എനർജിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണ് ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതായിരിക്കും കേട്ടോ. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകുക. കാരണം നിങ്ങൾ ഈ ഒരു എനർജി ഒരു കാരണവശാലും കണക്റ്റ് ചെയ്യരുത്. കാരണം നെഗറ്റീവ് ആകുന്നൊരു എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുക. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം, നമുക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണെന്നും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇത് കാണാനും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും. പിന്നെ നിങ്ങൾക്ക് ബ്ലോക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പരിഹാരം കണ്ടു കടന്നു പോകാനുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യവും നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിലൂടെ, അതായത് നിങ്ങളുടെ പേരും നക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് റീഡിങ്സ് എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇതിനകത്ത് കർമ്മയെക്കുറിച്ചും മറ്റും പറയുമ്പം അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കർമ്മകൾ പല രീതിയിലുണ്ട്. പൂർവിക കർമ്മയുണ്ടാവാം, മുൻകാലങ്ങളിൽ ചെയ്ത കർമ്മയുണ്ടാവാം, നിങ്ങളുടെ മുജ്ജന്മ പാപകർമ്മങ്ങളുണ്ടാവാം, സ്ത്രീ ശാപകർമ്മങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങളിൽ പെടുന്നതെന്ന് നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പരിഹാരം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജനറൽ റീഡിങ്സിൽ കർമ്മയുണ്ട്, ബ്ലാക്ക് മാജിക് ഉണ്ട്, എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടി വരും. പ്ലസ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ദോഷങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് ചെയ്യുന്നയാൾ ആരാണോ റീഡിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യോതിഷ ഏത് രീതിയിലാണേലും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്താണോ നോക്കുന്നത് അതനുസരിച്ച് നിങ്ങളെ കണക്റ്റ് ചെയ്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. കുറച്ച് പേര് വന്നിട്ട് ആ കർമ്മ മാറാൻ എന്താ ചെയ്യേണ്ടത്, ഈ കർമ്മ ഇന്നലത്തെ റീഡിങ്സിൽ കേട്ടു, മിനിങ്ങാന്നത്തെ റീഡിങ്സിൽ, ജനറൽ റീഡിങ്സിൽ കേട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കല്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകും, പോസിറ്റീവാണ്. പക്ഷേ അത് എന്ത് കർമ്മയാണ്, കാര്യങ്ങളാണെന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം മാത്രമാണ് പരിഹാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നോർമലി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ലൈഫിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഇതൊരു മൊത്തത്തിലൊരു അസ്ട്രോളജിക്കൽ സൈൻ എനർജി വരുമ്പോൾ ജനുവരി മാസക്കാരുടെയും അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ എനർജിക്കൊക്കെ വളരെ ഒരു പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കേട്ടോ കാണുന്നത്. അപ്പം നമുക്ക് ദ ഹെർമിറ്റ് എനർജിയാണ് കേട്ടോ. ഇന്നല്ല ഒരു ഒറ്റപ്പെടലിൻ്റെ ദിവസമായിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. കുറച്ച് നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ്. കാരണം ആദ്യം നിങ്ങൾക്കാണ് പ്രകാശം ചൊരിയേണ്ടത്, അതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശം കൊടുക്കേണ്ടത്. നിങ്ങൾ ഇരുട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചുറ്റുമുള്ളിടത്തേക്ക് പ്രകാശം പരത്തിയാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യവുമില്ല. ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധ കൊടുക്കുക. ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി, ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് പരമാകുന്ന കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ വേണം. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഒരുക്കേണ്ട ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ദിവസം. അതുപോലെ ചില കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പാർട്ട്ണർ, ഫാമിലി എനർജിയെ കണക്റ്റ് ചെയ്താവാം, അതല്ലെങ്കിൽ
നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മുന്നോട്ടേക്ക് വളരെ ഇമോഷണൽ ഹാപ്പിനെസ്സോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കൂ എന്ന് യൂണിവേഴ്സ് കാണിക്കുന്നത്. കാരണം ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ്, ചില ഹാപ്പിനെസ്സായ ചില കാര്യങ്ങൾ അനുഭവിക്കാൻ, ചില വ്യക്തികളുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ളൊരു യോഗം ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ആവാം. ഒരു അമിതമാകുന്നൊരു പ്രണയം, സ്നേഹമൊക്കെ ആസ്വദിക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ചില നിരാശയിൽപ്പെട്ട ചില സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും പ്രണയബന്ധത്തിലൊക്കെ പെട്ട് അതിൽ വളരെയധികം ചീറ്റിങ്ങും നിരാശയും മറ്റുമൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് റോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യരുത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന ആ ഒരു തിരിച്ചറിവാണ് ഇന്ന് നിങ്ങൾക്ക് ഹെർമിറ്റ് എന്ന എനർജിയിലൂടെ പ്രപഞ്ചം നൽകുന്നതെന്ന് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കുക, നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുക എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇന്ന് എടുത്ത് ചാട്ടം, അതായത് ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ജോലി സംബന്ധമാകുന്ന സിറ്റുവേഷൻസിലാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഫാമിലിക്കുള്ളിലാവാം ഒരു കോൺഫ്ലിക്റ്റ് എനർജി ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ്, ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക, ഒന്നിലും ഇൻവോൾവ് ആകാതെ ഒരു പ്രശ്നങ്ങളിലേക്കും ചെന്ന് തലയിടാതെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് നിൽക്കേണ്ട ദിവസമാണ്. അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റിങ്, ഒരു ലീഗൽപരമാകുന്ന പ്രശ്നത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴക്കോ കോൺഫ്ലിക്റ്റോ ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ അതിൻ്റെ പേരിലൊരു ഒരു സഹകരണമൊക്കെ നഷ്ടപ്പെട്ട്, അതായത് നിങ്ങളുടെ ലൈഫിലൊരു ഈഗോയിലായിട്ടാണെങ്കിലും അതല്ല എങ്കിൽ ഒരു ഫസ്ട്രേഷൻ എനർജിയിലൊക്കെ നിൽക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ലീഗലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടു പോകുന്ന വ്യക്തികളാണെങ്കിൽ, നിയമപരമായ ഒരു പോരാട്ടം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുന്ന, ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടുന്ന നല്ലൊരു തീരുമാനം ഇന്ന് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇമോഷണലി ചില മാറ്റങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ്. ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഉറച്ചൊരു തീരുമാനമുണ്ട്, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളൊരു കാര്യത്തെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, ലൈഫിലൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും ഉറച്ചൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതങ്ങ് ആക്ഷൻ എടുക്കാൻ, അതിനകത്തങ്ങ് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്ക് എനർജിയിൽ, വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയാണ്, ഡിലേ ആയ ഒരു സിറ്റുവേഷൻസിന് വേണ്ടി കാത്തു നിൽക്കുന്ന പേഴ്സൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി കണക്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നതിന്, നിങ്ങളുടെ കാത്തിരിപ്പിന് ഇന്ന് നിങ്ങൾക്കൊരു ഫലം ലഭിക്കുന്നു. അതൊരു പേഴ്സണുമായിട്ടായിക്കോട്ടെ, സിറ്റുവേഷൻസുകളായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, ആർക്കു വേണ്ടിയിട്ടാണോ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നൊരു ഇമോഷണൽ ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടവർ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. വളരെയധികം പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസിനെ നേരിടേണ്ടി വരുന്ന, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ബർഡനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ അതിൻ്റെ പിന്നാലെ അടുത്ത പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് മാത്രം ഇതുപോലെ നിങ്ങൾ കഷ്ടപ്പെടുന്ന വ്യക്തികൾ, പ്രശ്നത്തിൽ നിന്നും പരിഹാരം കാണാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെപ്പോഴും ഓരോ രീതിയിൽ നിങ്ങളെ ടോർച്ചറിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ, ഒരു ബർഡൻ എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ദിവസം. ഇന്ന് ചില കാര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് ക്ലിയർ
ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങളെ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഫലമായിട്ടാണ് കേട്ടോ. അത് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മാറി മാറി ഓരോ പ്രോബ്ലംസുകളും നിങ്ങൾ ഒരു പ്രശ്നം തീർക്കുമ്പോഴത്തേനും ഇരട്ടിയായിട്ട് അടുത്ത പ്രോബ്ലംസുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ എനർജിയാണ്. മഹാവിഷ്ണു സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ വളരെ പോസിറ്റീവാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് കേട്ടോ. ഈ ഒരു നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു ഉപാധി ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ചൊല്ലുക എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഒരു നെയ്വിളക്ക് കൊളുത്തുകയോ അതല്ലെങ്കിൽ ബാഹ്യസൂക്തം, പുഷ്പാഞ്ജലി എന്ന് പറയുന്ന കാര്യങ്ങൾ കഴിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ദ മജീഷ്യൻ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. അത് ഒരു എലോൺ എനർജിയിലൂടെ, അതായത് എപ്പോഴും ഒരു ബൗണ്ടറി ഇട്ട് മറ്റുള്ളവരുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യാതെ പോകുന്ന പേഴ്സൻ്റെ എനർജിയെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതായത് നിങ്ങളെപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് എനർജിയിലാണ്, എപ്പോഴും ഹാപ്പി മൂഡോട് കൂടി, അതായത് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ എപ്പോഴും സന്തോഷം മാത്രം, പുറമെ നിങ്ങൾ എപ്പോഴും നല്ല ഹാപ്പിനെസ്സോടുകൂടി, എന്നാൽ നിങ്ങളുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്നു. നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിങ്ങളുടെ പെയിൻ ആകുന്ന സിറ്റുവേഷൻസിനെ ഹൈഡ് ചെയ്ത് കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക എന്ന് പറയുന്നത്, നിങ്ങളുടെ എല്ലാ നേട്ടങ്ങൾക്കും നിങ്ങൾക്കൊരു നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സക്സസ്, നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവറിൽ നിങ്ങളുടെ ജീവിതത്തെ നിർത്തണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു എഫോർട്ട് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അതായത് നിങ്ങൾ ഏത് മേഖലകളിലൊക്കെയാണോ പ്രസൻസ് ഉള്ളത് അവിടെയെല്ലാം നിങ്ങൾക്കൊരു എഫോർട്ട് എടുക്കേണ്ട ദിവസമാണ്. ഇച്ചിരി ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും എല്ലാ ദിവസത്തേക്കാൾ കൂടുതൽ ഇച്ചിരി എഫോർട്ടിങ് എനർജി ഇന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ കൺട്രോളിങ് പവറിൻ്റെ ഫലമായിട്ട്, അതായത് നിങ്ങൾ ആ ഒരു സ്ഥാനം, നിങ്ങൾ എന്ത് ഉത്തരവാദിത്തമാണോ നിങ്ങളുടെ കരിയർ പാതയിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലായിക്കോട്ടെ, നിങ്ങളുടെ കൺട്രോളിൽ, നിങ്ങളുടെ പ്രസൻസിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്ന് ഇച്ചിരി എഫോർട്ട് ഇടേണ്ടി വരുന്നു. കൂടുതൽ കോൺസെൻട്രേഷൻ ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു. അത് നിങ്ങൾക്കൊരു ലോങ് പീരീഡ് ലഭിക്കുന്ന ചില സക്സസിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾ എടുക്കുന്ന എഫോർട്ട് എനർജി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് ചില വെല്ലുവിളികളെ വളരെ സത്യസന്ധതയോടുകൂടി, അതായത് ഏറ്റവും ന്യായമായ രീതിയിൽ മാത്രം നിങ്ങൾ പെരുമാറുന്ന വ്യക്തികൾ, ഇച്ചിരി ഓൾഡ് ഏജ് ആയ ഒരു ഓൾഡ് വുമൺ ഏജാണ് ഇവിടെ കാണുന്നത്. ഇച്ചിരി പ്രായമായ ഫെമിനിയൻ എനർജികളുടെ ഒരു സിറ്റുവേഷൻസാണ്. നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടും കാര്യങ്ങളെ കാണുന്ന വ്യക്തികൾ. അതുപോലെ ഒരു ഇച്ചിരി കൺട്രോളിങ് പവർ മറ്റുള്ളവരിൽ, ഇപ്പം മക്കളിലാവാം, ഫാമിലി ലൈഫിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ എവിടെയൊക്കെ മേഖലകളിൽ നിൽക്കുന്നു അവിടെയെല്ലാം ഒരു ഇച്ചിരി കൺട്രോളിങ് പവറോടുകൂടി, അതായത് സത്യസന്ധതയോടുകൂടിയും ന്യായം, നീതി എന്ന ഭാഗങ്ങളിൽ വളരെയധികം പൂർണ്ണമായും വിശ്വസിച്ച് നിൽക്കുന്ന പേഴ്സണാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ കൺട്രോളിങ് പവർ വളരെ സ്ട്രോങ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ ഇന്ന് എടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ചെറിയ ഹാർട്ട് ബ്രോക്കൺ എനർജി, നിങ്ങൾക്ക് എവിടെ നിന്ന് ഒരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്, അതായത് ഒരു കൺഫ്യൂഷൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു നിമിഷം വന്ന ഒരു സ്തംഭനാവസ്ഥയുടെ ഫലമായിട്ട് നിങ്ങളെ ഇമോഷണലി നല്ല രീതിയിൽ ഒരു ചീറ്റിംഗ് എനർജിയിൽ പെടുത്തിയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലൊക്കെ, ഫെമിനിയൻ എനർജിക്കാണ് ഫിനാൻഷ്യൽ ലോസും മറ്റും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ മനസ്സൊന്ന് പതറി നിൽക്കുന്ന അവസ്ഥയാണ് എങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുന്നു. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ പറ്റുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഗുഡ് എനർജിക്ക്, ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസും നിങ്ങൾക്കിന്ന് തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ. വല്ല ലോണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സോഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, ആരോടെങ്കിലും ആയിക്കോട്ടെ,
ആയിക്കോട്ടെ, ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികപരമാകുന്ന വെൽത്ത് പരമാകുന്ന കാര്യങ്ങളിൽ ഇന്നൊരു പോസിറ്റിവിറ്റി അനുഭവിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഒരു റിലാക്സ് എനർജി, സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നും ഒരു സമാധാനം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു. അതായത് ഒരു കൊടുക്കൽ വാങ്ങലുകൾ, അതായത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ അത് ലഭിക്കുന്നു, കൊടുക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നു. മൊത്തത്തിലൊരു ക്രയവിക്രയം, ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന ദിവസമാണ്. സാമ്പത്തിക ഭദ്രത ഇന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടൊരു സമാധാനം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് മറിവ് തിരിവുകളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫിനാൻസ് ഓപ്പണിംഗ് ആകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫിനാൻസിനെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല രീതിയിലൊരു വെൽത്ത് എനർജി ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റിംഗ് ചെയ്ത ചില പാസ്റ്റിലെ ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ ഒരു എന്താ പറയുക, നിങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ട്രാവലിംഗ് നടത്താനുള്ളൊരു യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിന് വേണ്ട ചില കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്നു. പാസ്റ്റിലെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ചില ഓർമ്മകൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഒരു ലക്കി എനർജി പോലെ, ഒരു ലോട്ടറി ഭാഗ്യം പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം പ്രഷ്യസ് ആയ ഒരു പാസ്റ്റിലെ ഒരു വ്യക്തിയുടെ പ്രസൻസും നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു മാനിഫെസ്റ്റിംഗ് പോലെ നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് നിങ്ങളുടെ ഓർമ്മകൾ ഒരു മാനിഫെസ്റ്റിംഗ് ആയതിൻ്റെ ഫലമായിട്ടാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ വളരെ പാസ്റ്റിലെ ഒരു പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങൾക്കിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്ദർശിക്കുകയോ താമസിക്കുകയോ ഒക്കെ ചെയ്ത ചില സ്ഥലങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പാസ്റ്റിലെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ചില ഓർമ്മകൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രണയബന്ധം, ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഒരു സക്സസ് എനർജി, ഫാമിലി പരമാകുന്ന ചില പ്രണയ ബന്ധങ്ങളെ കണക്റ്റ് ചെയ്തുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകും. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു വളരെയധികം കണക്റ്റഡ് ആകാൻ പറ്റുന്നൊരു ദിവസം. അതുപോലെ ചില വ്യക്തികളെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ചില വ്യക്തികളുടെ ഒരു സാന്നിധ്യം, ഒരു ഇമോഷണൽ സാന്നിധ്യം നിങ്ങളെ തേടി വരുന്നൊരു ഓപ്പർച്യൂണിറ്റീസ്, ഒരു കപ്പ് ഓഫ് ലവ് എനർജി നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് കാണുന്നത് കരിയർ പരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തൊരവസ്ഥ, ചിലപ്പോൾ എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് കരിയർ പാതയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിലോ ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു വെൽത്ത് എനർജി കരിയർ പാതയിലാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ് ആണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പേജ് സോഴ്സാണ് കേട്ടോ. മെച്യൂരിറ്റി ഇല്ലാണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറച്ച് ആളുകൾ. ഒരു പക്വത കുറവോടുകൂടി പെരുമാറ്റങ്ങളാവാം, തീരുമാനങ്ങൾ എടുക്കലാവാം. അതിനകത്ത് കുറച്ച് വെല്ലുവിളികൾ, ചലഞ്ചിങ് എനർജിയിൽ പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു മെച്യൂരിറ്റി ഉണ്ടായിട്ടും മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാതെ പോകുന്ന ചില സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു. പാസ്റ്റിലെ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളാവാം. അതല്ലെങ്കിൽ പാസ്റ്റിൽ ചില കാര്യങ്ങളിലേക്ക് എപ്പോഴും മുന്നോട്ടേക്ക് പോകാതെ പിന്നിലേക്ക് പോയി കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ്, എന്തോ ഒരു മറന്നു വെച്ചതുപോലുള്ള ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് പഴയ ചില കാര്യങ്ങളെ റീക്രിയേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച്. പക്ഷേ അത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയാണ്, വളരെയധികം ഒരു
ചിലപ്പോൾ ചില മദർ എനർജി ആയിരിക്കാം കേട്ടോ അതിനകത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഇപ്പം മക്കളുടെ കാര്യങ്ങളിലൊക്കെ ആവാം ഒരു മെച്യൂരിറ്റിയോട് കൂടി തീരുമാനമെടുക്കാതെ ഒരു പക്വതയില്ലായ്മയിൽ നിൽക്കുന്ന മദർഹുഡ് എനർജിയുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷെ അതൊരു ബർഡനായി തീരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മെച്യൂരിറ്റി ഇല്ലായ്മ അത് പെട്ടെന്ന് എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് ചില നഷ്ടങ്ങൾ ലോസ് എനർജി ലൈഫിലേക്ക് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ വളരെ മെച്യൂരിറ്റിയോട് കൂടി എംബറസ് എനർജിയിലേക്ക് വരിക, പവർഫുൾ ആവുക. നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു ട്രാപ്പ്ഡ് എനർജിയിലൊക്കെ പെട്ടുപോകാൻ സാധ്യത കാണുന്നുണ്ട്. മെച്യൂരിറ്റി ഇല്ലായ്മയിലൂടെ നിങ്ങൾ കാര്യങ്ങളെ കാണുന്നതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണോ, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഇപ്പം നിൽക്കുന്നത് അവിടെ നിന്ന് ഇമോഷണലി ഒന്ന് ബാലൻസ് ചെയ്യുക കേട്ടോ. അതായത് മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുകയും നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ആവശ്യമില്ല കോൺഫ്ലിക്റ്റുകളിലും മറ്റുമെല്ലാം പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. തീർച്ചയായിട്ടും ഒരു മെച്യൂരിറ്റിയോടുകൂടിയും പക്വതയോടുകൂടിയും കാര്യങ്ങളെ കാണുക. ഒരു ബൗണ്ടറി തീർക്കുക കേട്ടോ. ലൈഫിലൊരു ബൗണ്ടറി തീർക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എപ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി പോലെ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. വേണ്ടാത്ത ഒരു കാര്യങ്ങളിലും ചെന്ന് ചാടാതിരിക്കുക. അതുപോലെ തന്നെ ഇന്നൊരു പോസിറ്റീവിൻ്റെ ദിവസമാണ്. അപ്പം നെഗറ്റീവുകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിലെല്ലാം ശ്രദ്ധയോടുകൂടി, അതായത് ഒരു നല്ലൊരു വിവേകത്തോടു കൂടി ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. കുറച്ച് ക്ഷമ പാലിക്കുക കേട്ടോ. കോൺഫ്ലിക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ അക്രമാസക്തരാവാൻ ശ്രമിക്കുന്നു എന്ന് നമ്മുടെ മനസ്സ് നമ്മളിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു കൺട്രോളിങ് പവർ കൊടുക്കുക ഇന്നത്തെ ദിവസം. ബാക്കിയെല്ലാം പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങി വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.